നമസ്കാരം. ലൈംഗിക ഉത്തേജക മരുന്നിന്റെ അമിത ഉപയോഗത്തെ തുടർന്ന് യുവാവിന് ദാരുണാന്ത്യം. ഗുരുഗ്രാം സെക്ടർ 53-ലെ വാടക ഫ്ളാറ്റിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാഗ്പൂർ സ്വദേശിയായ 29-കാരനായ രോഹിത് ലാൽ എന്ന യുവാവാണ് മരിച്ചത്. ലൈംഗിക ഉത്തേജന മരുന്നിന്റെ അമിത ഉപയോഗമാണ് ഇയാളുടെ മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മുറിയിൽ നിന്ന് മരുന്നുകളുടെയും ഹെൽത്ത് സപ്ലിമെന്റുകളുടെയും കവറുകൾ കണ്ടെത്തിയിരുന്നു. രോഹിത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയിലെ ജീവനക്കാരനായിരുന്നു. ഗുരുഗ്രാമിലെ ഫ്ളാറ്റിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇയാളുടെ സഹപ്രവർത്തകൻ വ്യാഴാഴ്ച രാവിലെ പോലീസിനെ വിവരം അറിയിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. രോഹിത് ഫോൺ കോളുകളോട് പ്രതികരിക്കുകയോ വാതിൽ തുറക്കുകയോ ചെയ്യാതിരുന്നതിനെ തുടർന്നാണ് സുഹൃത്ത് പോലീസിൽ പരാതിപ്പെടുന്നത്. സാധാരണയായി രോഹിതിനൊപ്പം ഓഫീസിലേക്ക് പോകാറുള്ള സഹപ്രവർത്തകന് തോന്നിയ സംശയമാണ് പോലീസിനെ വിവരം അറിയിക്കാൻ കാരണമായത്. 2 ദിവസമായിട്ടും രോഹിതിന്റെ വിവരമൊന്നും ഇല്ലാതായതോടെ സഹപ്രവർത്തകൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പതിവായി രോഹിതിനൊപ്പമാണ് ഓഫീസിൽ പോകാറുള്ളതെന്നും ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതിനെ തുടർന്ന് മുറിയിൽ വന്ന് നോക്കിയപ്പോൾ വാതിൽ തുറന്നില്ലെന്നും സഹപ്രവർത്തകൻ പോലീസിനോട് പറഞ്ഞു. നാഗ്പൂർ സ്വദേശിയായ രോഹിത് ലാൽ ഒറ്റയ്ക്കായിരുന്നു ഫ്ളാറ്റിൽ താമസിച്ചിരുന്നത്. ഇയാളുടെ വിവാഹ നിശ്ചയവും കഴിഞ്ഞിരുന്നു. ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരിക്കുകയും വാതിൽ തുറക്കാതിരിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആശങ്കയിലായ സഹപ്രവർത്തകൻ രാവിലെ 10:05 പോലീസിനെ വിവരം അറിയിച്ചു. ദിവസവും 4-5 സുഹൃത്തുക്കൾക്കൊപ്പം ഒരേ വാഹനത്തിലായിരുന്നു ഇയാൾ ഓഫീസിലേക്ക് യാത്ര ചെയ്തിരുന്നത്. രാവിലെ 8 മണിയോടെയാണ് താൻ ആദ്യമായി രോഹിതിനെ വിളിച്ചതെന്നും ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്ക് ശേഷം രാവിലെ 9 മണിയോടെ അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിലെത്തിയെന്നും സുഹൃത്ത് പോലീസിനോട് വെളിപ്പെടുത്തി. ഇതിനിടയിൽ കുടുംബാംഗങ്ങളും രോഹിത്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പോലീസ് സംഭവസ്ഥലത്തെത്തി വാതിൽ തകർത്ത് അകത്ത് കടന്നപ്പോൾ രോഹിത്തിനെ കട്ടിലിൽ ചലനമറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. താമസിച്ചിരുന്ന മുറിക്കുള്ളിൽ വിവിധ മരുന്നുകളുടെയും ഹെൽത്ത് സപ്ലിമെന്റുകളുടെയും ശൂന്യമായ കവറുകൾ ചിതറിക്കിടക്കുന്നതും പോലീസ് കണ്ടെത്തി. ഇതാണ് ലൈംഗിക ഉത്തേജന മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്ന സംശയത്തിന് കാരണം. മരുന്നിന്റെ അമിത ഉപയോഗം ഹൃദയാഘാതത്തിന് കാരണമായെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം. പോലീസ് വാതിൽ തകർത്ത് അകത്ത് കടന്നപ്പോൾ ബെഡ്ഷീറ്റ് പുതച്ച് കിടക്കുന്ന നിലയിലാണ് രോഹിതിനെ കണ്ടെത്തിയത്. വാതിൽ അകത്ത് നിന്ന് പൂട്ടിയ നിലയിലുമായിരുന്നു. പുറത്തുനിന്ന് ആരെങ്കിലും അതിക്രമിച്ച് കയറിയതിൻ്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലൈംഗിക ഉത്തേജന മരുന്നുകൾ നിർദ്ദേശ അളവിലും കൂടുതൽ ഉപയോഗിച്ചതാകാൻ സാധ്യതയുണ്ട്. ഇത് പെട്ടെന്ന് രക്തസമ്മർദ്ദം ഉയരാൻ കാരണമായേക്കാമെന്നും പോലീസ് വ്യക്തമാക്കി. സംഭവ ദിവസം രോഹിത് ലാൽ തൻ്റെ പ്രതിശ്രുത വധുവിനെയും ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ അവർ ഫ്ളാറ്റിലെത്തുന്നതിന് മുൻപ് തന്നെ രോഹിത് മരിച്ചിരുന്നു. ആന്തരിക അവയവങ്ങളുടെ ഭാഗങ്ങളും കണ്ടെടുത്ത മരുന്നുകളും പരിശോധനയ്ക്കായി ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ. നിലവിൽ അസ്വാഭാവികമായി ഒന്നും സംശയിക്കുന്നില്ലെന്നും അന്വേഷണം തുടരുകയാണെന്നും പോലീസ് വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അതേസമയം 1 മാസം മുൻപ് ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹറിലും ഇത്തരത്തിൽ സമാനമായൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. 1 മാസത്തിന് മുൻപായിരുന്നു ആ സംഭവം. കാമുകിയെ കാണാനെത്തിയ വിനോദ് കുമാർ എന്ന യുവാവിനെയാണ് അന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്ന് മരിച്ച യുവാവും കാമുകിയും കൂടി ഒരു ഹോട്ടലിൽ മുറിയെടുത്തിരുന്നു. അവിടെ വെച്ച് യുവാവ് അമിത അളവിൽ ലൈംഗിക ഉത്തേജന ഗുളിക കഴിച്ചിരുന്നു. പിന്നീട് പാർക്കിലേക്ക് പോയപ്പോഴാണ് യുവാവിൻ്റെ ആരോഗ്യനില വഷളായത്. തുടർന്ന് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം കാമുകി ആശുപത്രിയിൽ നിന്ന് മുങ്ങുകയായിരുന്നു. തൻ്റെ ഭർത്താവാണെന്ന വ്യാജേനയായിരുന്നു കാമുകി യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ പിന്നീട് യുവതിയെ കാണാതായതോടെ ആശുപത്രി അധികൃതർ തന്നെ പോലീസിന് പരാതി നൽകുകയായിരുന്നു.